അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി. ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ആ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കാര്യമാക്കിയില്ല. അപ്പോഴത്തേക്കും അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു. ഞാനത് കാണിക്കാം. 24 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നവംബർ 29 തീയതിയാണ് ഈ ഡേറ്റ് കിട്ടുന്നത്. ഈ നമ്പർ കിട്ടുന്നത് നവംബർ 29 തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ്, ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നവംബർ 29 തീയതിയാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് നവംബർ 29 ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി 24 എന്നൊരു ഡേറ്റാണ് നമ്മൾ കാണിച്ചു തരുന്നതെങ്കിൽ 24 ദിവസമുണ്ട്. 24 ദിവസം കഴിഞ്ഞ് എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസംബർ 23 തീയതി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ വന്നു. ആ കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിലെ നമ്പർ എന്ന് വെച്ച് ഞങ്ങൾ നോക്കി. ആ അമ്മ കാണിച്ചു തന്ന 24 എന്നുള്ള നമ്പറിൽ ആ 29 ഡേറ്റ് മുതൽ 24 ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത്. ശരി, അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ അതാണ് കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഡിസംബർ 24 തീയതിയാണ്. അപ്പോൾ ഇനി ഡിസംബർ 24 തീയതി എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം, ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുള്ളെങ്കിലും അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു. അന്ന് 6 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, പള്ളിയിൽ പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുങ്ങി. 7 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു. ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ആ തിരിയിൽ ഞങ്ങൾ കണ്ട 24 എന്ന് പറയുന്ന നമ്പർ 24 തീയതി ഡിസംബർ 24 തീയതി ഓഫർ നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു.